വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് കേട്ടോ. അത് നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് മുറിച്ച് അതൊരു ചട്ടിയിലോട്ട് നമുക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. അല്ലാതെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. പകുതി കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണം. അങ്ങനെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അതങ്ങനെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ച് ആ എടുത്ത ചട്ടിയിലോട്ട് തന്നെ നമുക്ക് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടത് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 2-3 ഇതള് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 2 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ആ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലൊന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. ആ വെള്ളവും എല്ലാം ഒന്ന് വറ്റി വരണം. നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും തേങ്ങയെല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വെള്ളമൊക്കെ ഒട്ടും ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തൈരാണ് കേട്ടോ. ആ തൈര് നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പുളി ഇല്ലാത്തതാണ്, അത്യാവശ്യം മാത്രം പുളിയുള്ളതാണ്. പുളി കൂടുതലുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കുറവാണെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം ചെയ്യാനേ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അങ്ങനത്തെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് താളിച്ചൊഴിക്കലാണ്. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് അതിലോട്ട് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോഴത്തേക്ക് കടുകും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് കൂടെ ചേർത്ത് അതൊന്ന് നല്ലതുപോലെ ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ.